Impulse invariance method stability conditions satisfy എന്ന് check ചെയ്യണം. So impulse invariance method analog filter digital filter ആക്കാൻ എന്താ ചെയ്യുന്നത്? Analog filter impulse response എടുക്കും. അതിനെ sampling ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Digital filter impulse response h of n കിട്ടും. ഇവിടെ h of s കാണിച്ചിട്ടുണ്ട്. h of s എന്ന് പറയുന്നത് analog filter ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. h of z എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ck എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ്, pk എന്ന് പറയുന്നത് പോൾസ് ഓഫ് ദ ഫിൽറ്റർ ആണ്. Analog filter HA of S analog filter in the poles and denominator 0 equate ചെയ്ത S minus PK is equal to 0 അപ്പോൾ S is equal to PK. S is equal to PK എന്ന് പറയുന്നത് analog filter in the poles ആണ്. ഇനി digital filter in the poles കണ്ടുപിടിക്കാൻ ഇതിനെ 1 minus e raised to PKT z raised to minus 1 equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z is equal to e raised to PKT എന്ന് പറഞ്ഞു കിട്ടും. So Z is equal to e raised to PKT ആണ് h of z അതായത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ പോൾസ് എന്ന് പറയുന്നത്. അനലോഗ് ഫിൽറ്ററിന്റെ പോൾസ് s is equal to pk, ഡിജിറ്റൽ ഫിൽറ്ററിന്റെ പോൾസ് എന്ന് പറയുന്നത് z is equal to e raised to pkt. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് അനലോഗ് ഫിൽറ്ററിന്റെ പോൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? s is equal to pk യിലും ഡിജിറ്റൽ ഫിൽറ്ററിന്റെ പോൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? z is equal to e raised to pkt. ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ pk ക്ക് പകരം എന്തിടാം? നമുക്ക് s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? z is equal to e raised to st എന്ന് പറഞ്ഞു കിട്ടും. ഈ റിലേഷൻ ആണ് എന്ത്? the relation governing the mapping of points from s plane to z plane. S plane points Z plane points mapping govern ചെയ്യുന്ന relation ആണ് ഇത്. Z is equal to e raised to st എന്ന് പറയുന്നത്. T represents a sampling interval. And Z is equal to e raised to st. Z ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? r e raised to j omega. e raised to st s ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? സിഗ്മ പ്ലസ് j omega. ഇവിടെ നോക്കാനുള്ളത് രണ്ട് ഒമേഗയാണ്. ഇത് ക്യാപിറ്റൽ ഒമേഗ. ക്യാപിറ്റൽ ഒമേഗയാണ് നമ്മൾ അനലോഗ് ഫ്രീക്വൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ. സ്മോൾ ഒമേഗയാണ് ഡിജിറ്റൽ ഫ്രീക്വൻസിക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ. സോ നമ്മൾ ഇവിടെ ഇനി പഠിപ്പിക്കുമ്പോൾ എല്ലാം ഈ ഇത് കാണിക്കുന്നത് ക്യാപിറ്റൽ ഒമേഗ യൂസ് ചെയ്യുന്നത് അനലോഗ് ഫ്രീക്വൻസിക്ക്, സ്മോൾ ഒമേഗ യൂസ് ചെയ്യുന്നത് ഇതിനാണ് ഡിജിറ്റൽ ഫ്രീക്വൻസിക്ക്. ഇനി ഇവിടെ e raised to sigma t e raised to j omega t എന്ന് പറഞ്ഞ് എഴുതി. ഇനി ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതാണ്? r is equal to എന്ത് എഴുതാം? നമുക്ക് e raised to sigma t എന്ന് എഴുതാം. e raised to j omega is equal to e raised to j omega t. അപ്പം സ്മോൾ ഒമേഗ is equal to എന്ത് കിട്ടും? ക്യാപിറ്റൽ ഒമേഗ into t എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ r is equal to e raised to sigma t എന്ന് പറഞ്ഞ് കിട്ടും. ഒമേഗ is equal to എന്ത് കിട്ടി? സ്മോൾ ഒമേഗ is equal to ക്യാപിറ്റൽ ഒമേഗ into t. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസി, ഇതെന്ന് പറയുന്നത് ഏതാണ്? അനലോഗ് ഫ്രീക്വൻസി. സോ ഈ റിലേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസിനെയും അനലോഗ് ഫ്രീക്വൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് ഇത്. സ്മോൾ ഒമേഗ is equal to ക്യാപിറ്റൽ ഒമേഗ into t. ഏത് മെത്തേഡില്? ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡില്. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യണം സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാദ്യം എന്താണ് കണ്ടീഷൻ? ജെ ഒമേഗ ആക്സസ്, അതായത് എസ് പ്ലെയിനിലുള്ള ജെ ഒമേഗ ആക്സസ് എന്ന് പറയുന്നത് എങ്ങോട്ട് മാപ്പ് ചെയ്യണം? ഇസഡ് പ്ലെയിനിലുള്ള യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യണം. യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് നോക്കണം. നമുക്കറിയാം ആറിന്റെ വാല്യൂ എങ്ങനെയായിരുന്നു? r is equal to e raised to sigma t എന്നായിരുന്നു. r is equal to e raised to sigma t. ഇവിടെ സിഗ്മയുടെ വാല്യൂ എന്താണ്? ജെ ഒമേഗ ആക്സസ്. ജെ ഒമേഗ ആക്സസ് എന്ന് പറയുമ്പോൾ ഇത്. ഇവിടെ സിഗ്മയുടെ വാല്യൂ എന്താണ്? സിഗ്മയുടെ വാല്യൂ 0. ജെ ഒമേഗ ആക്സസിൽ സിഗ്മയുടെ വാല്യൂ 0. അപ്പൊ e raised to sigma t, e raised to 0t. അപ്പൊ e raised to 0 എന്ത് കിട്ടും? 1. That means r is equal to 1. Z പ്ലെയിനില് റേഡിയസ് r is equal to 1. That means എന്ത് സർക്കിൾ ആണ്? യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ജെ ഒമേഗ ആക്സസിലുള്ള എല്ലാ പോയിന്റ്സും എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? എസ് പ്ലെയിനിലുള്ള ജെ ഒമേഗ ആക്സിസിലുള്ള എല്ലാ പോയിന്റ്സും എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഇസഡ് പ്ലെയിനിലുള്ള യൂണിറ്റ് സർക്കിളിലുള്ള പോയിന്റ്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറയാം? നമുക്ക് മാപ്പ് പോൾസ് ഫ്രം എസ് പ്ലെയിൻസ് ജെ ഒമേഗ ആക്സിസ് ആർ മാപ്പ് ടു ഇസഡ് പ്ലെയിൻസ് യൂണിറ്റ് സർക്കിൾ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ചെക്ക് ചെയ്യുന്നത് എസ് പ്ലെയിന്റെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലുള്ള പോൾസിന്റെ കാര്യമാണ്. ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത്, അതായത് സിഗ്മ നെഗറ്റീവ് ആവുന്നതാണ് ഇവിടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ. സോ സിഗ്മ നെഗറ്റീവ് ആവുക മീൻസ് സിഗ്മയുടെ വാല്യൂ ലെസ് ദാൻ 0. അപ്പൊ r is equal to e raised to sigma t ആണ്. ഈ സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, സിഗ്മ ലെസ് ദാൻ 0 ആണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ r ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 മീൻസ് യൂണിറ്റ് സർക്കിളിനകത്ത്. അപ്പൊ എന്ത് പറയാം? ലെഫ്റ്റ് ഹാഫിലുള്ള എസ് പ്ലെയിനിൽ ലെഫ്റ്റ് ഹാഫിലുള്ള പോൾസ് എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഇസഡ് പ്ലെയിനിൽ യൂണിറ്റ് സർക്കിളിന് ഇൻസൈഡ് ആയിട്ട് മാപ്പ് ചെയ്യുന്നു. പോൾസ് മാപ്സ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ.
അപ്പോൾ എന്ത് പറയാം, നമുക്ക് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ആയിട്ടുള്ള ജെഒമേഗ ആക്സിസ് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാഫിലുള്ള പോയിന്റ്സ് എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറയാം, സ്റ്റേബിൾ അനലോഗ് പോൾസ് ആർ മാപ്പ് ടു സ്റ്റേബിൾ ഡിജിറ്റൽ പോൾസ്. സ്റ്റേബിൾ അനലോഗ് പോൾസ് എല്ലാം എങ്ങോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റേബിൾ ഡിജിറ്റൽ പോൾസ് ആയിട്ട് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം, ദ ഇമ്പൾസ് ഇൻവേരിയന്റ് മാപ്പിംഗ് പ്രിസർവ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫിൽട്ടർ. സോ ഇമ്പൾസ് ഇൻവേരിയന്റ് മാപ്പിംഗ് ഫിൽട്ടറിന്റെ സ്റ്റെബിലിറ്റി പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും കാര്യം എഴുതണം. ഇനി നമ്മൾ റൈറ്റ് ഹാഫിലെ കാര്യം നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാഫിലാകുമ്പോഴത്തേക്ക് സിഗ്മയുടെ വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. സിഗ്മയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ സിഗ്മയുടെ വാല്യൂ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 കിട്ടും. ദാറ്റ് മീൻസ് റൈറ്റ് ഹാഫിലുള്ള പോയിന്റ്സ് എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യും, ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ മാപ്പ് ചെയ്യും. ഇനി പറയുന്നത് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ദാറ്റ് ഈസ് ഇൻ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ദ മാപ്പിംഗ് ഫ്രം എസ് പ്ലെയിൻ ടു ഇസഡ് പ്ലെയിൻ ഇസ് മെനി ടു 1. മെനി ടു 1 എന്ന് വെച്ചാൽ മീനിങ് എസ് പ്ലെയിനിലുള്ള കുറെ പോൾസ്, മെനി പോൾസ്, അതായത് എസ് പ്ലെയിനിലുള്ള കുറെ പോൾസ് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇസഡ് പ്ലെയിനിലുള്ള ഒരൊറ്റ പോയിന്റിലോട്ട് വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മെനി ടു 1 എന്ന് പറയുന്നത്. എസ് പ്ലെയിനിലുള്ള കുറെ പോയിന്റ്സ് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇസഡ് പ്ലെയിനിലുള്ള ഒരു സിംഗിൾ പോയിന്റിലോട്ട് മാപ്പ് ചെയ്ത് വരും. അതിനാണ് എന്തെന്ന് പറയുന്നത്, മെനി ടു 1 എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഒന്നുകിൽ -1ന്റെ സ്ക്വയർ എടുത്താലും 1 കിട്ടും, +1ന്റെ സ്ക്വയർ എടുത്താലും 1 കിട്ടും. അപ്പൊ 1 എന്ന് പറഞ്ഞ ആൻസർ ചെയ്യുന്നത് നമുക്ക് ഇതിപ്പോ -1ന്റെ സ്ക്വയർ ആണോ +1ന്റെ സ്ക്വയർ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതായത് കുറെ പോയിന്റ്സ് എങ്ങോട്ട് മാപ്പ് ചെയ്യാണ്, ഒരു സിംഗിൾ പോയിന്റിലോട്ട് മാപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ രണ്ട് പോൾസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, S1ഉം S2ഉം കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ S1ഉം S2ഉം നോക്കി അറിയാം, രണ്ട് വരുന്നത് എക്സ് ആക്സിൽ സെയിം പോയിന്റിലാണ് വരുന്നത്. അതായത് രണ്ടിന്റെ റിയൽ പാർട്ട് സെയിം ആണ്. S2 S1ഉം സെയിം പോയിന്റിലോട്ടാണ് വരുന്നത്. സോ രണ്ടിന്റെ റിയൽ പാർട്ട് സെയിം. പക്ഷെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2π/t. ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത്, സിംഗിൾ പോയിന്റിലോട്ട് മാപ്പ് ചെയ്യാം. അതായത് റിയൽ പാർട്ട് സെയിം ആയിരിക്കും, പക്ഷെ ഇമാജിനറി പാർട്ടിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2π/t ആയിരിക്കും. ഇനി വേറൊരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക, S2വിൽ നിന്ന് വീണ്ടും 2π/t ഡിസ്റ്റൻസിൽ വേറൊരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക, സെയിം റിയൽ പാർട്ടുള്ള. എന്നാൽ ഇവിടുന്ന് ഇതുപോലെ തന്നെ 2π/t ഡിസ്റ്റൻസിൽ വേറൊരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതും എങ്ങോട്ട് തന്നെ മാപ്പ് ചെയ്യും, ഈ സെയിം പോയിന്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യും. പിന്നെ അവിടുന്ന് 2π/t ഡിസ്റ്റൻസിൽ വേറൊരു പോൾ ഉണ്ടെങ്കിൽ അതും എങ്ങോട്ട് തന്നെ മാപ്പ് ചെയ്യും, ഈ സെയിം പോയിന്റിലോട്ട് മാപ്പ് ചെയ്യും. അതായത് റിയൽ പാർട്ട് സെയിമും എന്നിട്ട് 2π/t ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോൾസും എങ്ങോട്ട് മാപ്പ് ചെയ്യും, സെയിം പോയിന്റിലോട്ട് മാപ്പ് ചെയ്യും. മെനി പോൾസ് ഇൻ എസ് പ്ലെയിൻ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, ഇസഡ് പ്ലെയിനിൽ ഒരു സിംഗിൾ പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ആരുടെ ഒരു ഡ്രോബാക്ക് ആണ്, ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഈ π/t തൊട്ട് -π/t തൊട്ട് +π/t വരെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതിനെ പ്രൈമറി സ്ട്രിപ്പ് എന്ന് പറയും. കാര്യം അടുത്തടുത്തുള്ള ഡിസ്റ്റൻസ് എത്ര വേണം, 2π/t ഡിസ്റ്റൻസ് വേണം, അതുകൊണ്ട്. സോ -π/t തൊട്ട് +π/t വരെ ഈ പ്രോബ്ലം ഇല്ല. അതിന് പുറത്തോട്ടുള്ള പോൾസിനാണ് എന്ത് വരുന്നത്, ഈ മെനി ടു 1 മാപ്പിംഗ് വരുന്നത്. സോ അനലോഗ് പോൾസ് നമ്മൾ എടുത്തത് S1 S2. S1 എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗ, S2 എന്ന് പറയുന്നത് സിഗ്മ സെയിം റിയൽ പാർട്ട്, രണ്ടിന്റെ റിയൽ പാർട്ട് സെയിം, പ്ലസ് ജെ ഒമേഗ പ്ലസ് 2π/t. ഇമാജിനറി പാർട്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2π/t. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ പോൾസ് എടുക്കുകയാണ്, Z1 Z2. Z1 എന്ന് പറയുന്നത് e⁻s1t ആണ്. S1 സിഗ്മ പ്ലസ് ജെ ഒമേഗ, സോ e⁻σt e⁻jωt. Z2 എന്ന് പറയുന്നത് e⁻s2t ആണ്. S2ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ പ്ലസ് ജെ ഒമേഗ പ്ലസ് 2π/t × t. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് e⁻σt, അടുത്തെന്ന് പറയുന്നത് e⁻jωt t plus 2π എന്ന് പറഞ്ഞു വരും. t ക്യാൻസൽ ആയി, പ്ലസ് j2π എന്ന് പറഞ്ഞു വരും. സോ ഇതെന്ത് എഴുതാം, e⁻σt e⁻jωt. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് e⁻j2π ആണ്. e⁻j2πയുടെ വാല്യൂ എന്താണ്, 1 ആണ്. സോ എന്ത് തന്നെ കിട്ടി, e⁻σt × e⁻jωt എന്ന് കിട്ടി. അതായത് Z1ന്റെ വാല്യൂം Z2ന്റെ വാല്യൂം സെയിം. അതായത് രണ്ട് പോൾസ് അനലോഗ് ഡൊമൈനിൽ ഉണ്ടായിരുന്ന S1 S2 അങ്ങനെ രണ്ട് പോൾസും Z ഡൊമൈനിലോട്ട് വന്നപ്പോൾ സെയിം പോയിന്റിലോട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, മാപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മാപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, റിയൽ പാർട്ട് സെയിമും ഇമാജിനറി പാർട്ടിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, 2π/t ആയിരിക്കണം. സോ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. π/t ടു -π/t വരെ പ്രൈമറി സ്ട്രിപ്പിൽ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു, റിയൽ പാർട്ട് സെയിമും 2π/t ഡിസ്റ്റൻസിൽ
വരുന്ന പോൾസ് എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? സെയിം പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുന്നു. അതായത് മെനി ടു വൺ മാപ്പിംഗ്. സോ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ് എന്ത്? മെനി ടു വൺ മാപ്പ്. സോ നമുക്ക് എന്ത് പറയാം? there are infinite number of S-plane poles. കാര്യം എന്താണ്? വീണ്ടും 2/t ഡിസ്റ്റൻസിൽ വീണ്ടും പോൾസ് വരും, സെയിം റിയൽ പാർട്ട് ഉള്ള. സോ infinite number of S-plane poles that map to the same location in the Z-plane. They must have the same real parts and imaginary parts that differ by some integer multiple of 2π/t. അതിപ്പോ ഒരു 2π/t ഡിസ്റ്റൻസിലായിരിക്കും. അടുത്ത 2 into 2π/t ഡിസ്റ്റൻസിൽ, പിന്നെ 3 into 2π/t ഡിസ്റ്റൻസിൽ. അപ്പൊ ഇതെല്ലാം പോയി മാപ്പ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? സെയിം പോയിന്റിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. The S-plane poles having imaginary parts greater than π/t or less than minus π/t cause aliasing when sampling analog signals. ഇതുകൊണ്ട് തന്നെ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് is not preferred in the design of IER filters other than low pass filter. So low pass filter അല്ലാത്ത ഫിൽറ്റേഴ്സിലൊന്നും ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നില്ല? പ്രിഫർ ചെയ്യുന്നില്ല. സോ ഈ രീതിയിൽ മേ ബി തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ലോ പാസ് ഫിൽറ്റേഴ്സിന് മാത്രം പ്രിഫർ ചെയ്യുന്നു, ബാക്കി മെത്തേഡ്സിന് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല? കാര്യം ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെനി ടു വൺ മാപ്പിംഗ് ആണ്. ഇനി ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിൽ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഫ്രീക്വൻസീസിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഡിജിറ്റൽ ഫ്രീക്വൻസി സ്മോൾ ഒമേഗ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഒമേഗ ഇൻടു ടി. സ്മോൾ ഒമേഗ എന്താണ്? ഡിജിറ്റൽ ഫ്രീക്വൻസി. ഇത് ക്യാപിറ്റൽ ഒമേഗ എന്താണ്? അനലോഗ് ഫ്രീക്വൻസി. ടി എന്ന് പറയുന്നത് സാമ്പിളിംഗ് ടൈം. Next one is bilinear transformation. Bilinear transformation. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ആണെങ്കിലും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അനലോഗ് IER ഫിൽറ്ററിനെ ഡിജിറ്റൽ IER ഫിൽറ്റർ ആക്കി മാറ്റാൻ. HF ന്ന് അനലോഗ് IER ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയ HF നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ? ഡിജിറ്റൽ IER ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയ HF ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യുന്നത്. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ആയാലും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. സോ bilinear transformation is used to transform an analog filter to digital filter. HF ന് എന്ത് കണ്ടുപിടിക്കണം? HF കണ്ടുപിടിക്കണം. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് എന്തായിരുന്നു? ഇറ്റ് ഇസ് മെനി ടു വൺ മാപ്പിംഗ് ആയിരുന്നു. പക്ഷെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈ ഡ്രോബാക്ക് ഇല്ല. അതെന്താണ്? അത് 1-to-1 മാപ്പിംഗ് തന്നെയാണ്. എസ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് പ്ലെയിനിൽ ആകെ ഒരു പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ജെഒമേഗ ആക്സിസ് എങ്ങോട്ട് മാപ്പ് ചെയ്യും? യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യും. ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിട്ട് മാപ്പ് ചെയ്യും. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് 1-to-1 മാപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൾസോ പ്രിസർവ്സ് ദ സ്റ്റെബിലിറ്റീനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? ഫിൽറ്ററിന്റെ സ്റ്റെബിലിറ്റീനെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എസ് പ്ലെയിൻ ടു ഇസഡ് പ്ലെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് S is equal to 2/t into 1 minus z raised to minus 1 divided by 1 plus z raised to minus 1 ആണ്. ഇതിന്റെ പ്രൂഫ് എല്ലാം നമുക്ക് പിന്നീട് നോക്കാം. സ്റ്റെബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതും പിന്നീട് നോക്കാം. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന HF നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? HF ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്ന HF S ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി? 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. T എന്ന് പറയുന്നത് സാമ്പിളിംഗ് പീരീഡ്. ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. അപ്ലൈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ HF is equal to 2/s plus 1 into s plus 2 with t is equal to 1 second and find HF നെ HF ആക്കണം ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? S ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. t യുടെ വാല്യൂ ഇവിടെ എന്താണ്? 1 second. സോ അത് ഇട്ട് കൊടുത്തേ ഉള്ളൂ. 2/s plus 1 into s plus 2 അല്ലേ? സോ s ന് പകരം എന്ത് ഇട്ട് കൊടുത്തു? s ന് പകരം ഇവിടെ 2/t into ഈ ടേം ഇട്ട് കൊടുത്തു പ്ലസ് 1. അടുത്തതും s plus 2 s ന് പകരം ഈ ടേം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി t യുടെ വാല്യൂ 1 ആക്കി കൊടുത്താൽ മതി. പിന്നെ t യുടെ വാല്യൂ 1 ആക്കി. ഇനിയിപ്പോ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത്. താഴെ 1 plus z raised to minus 1, ഇവിടെ 1 plus z raised to minus 1, മുകളിലോട്ട് പോകുമ്പോൾ 1 plus z raised to minus 1 the whole square. സോ പിന്നെ ബാക്കി വരുന്നതെല്ലാം എന്താണ്? സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് ഈ രീതിയിൽ കിട്ടും. സോ അടുത്ത പ്രോബ്ലത്തിലും പ്രത്യേകിച്ചൊന്നുമില്ല. HF is equal to 4/s plus 3 plus into s plus 4 ആണ്. t 0.5 സെക്കൻഡ്. t യുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 1 സെക്കൻഡ് ആയിട്ട് എടുക്കുക എളുപ്പത്തിന്. ഇവിടെയും s ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്? s ഉണ്ട്. s plus 3. s ന് പകരം 2/t. t യുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0.5 ആണ്. സോ 0.5 into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് 3 s plus 4. s ന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? 2/t. 2/0.5 1 minus z raised to minus 1
പ്ലസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് z റൈസ് ടു മൈനസ് 1. പിന്നെ ഇതിന് എന്ത് ചെയ്തെടുത്താൽ മതി? സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ ദാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.